ഫാസിൽ സാറിൻ്റെ 11 സിനിമ അടുപ്പിച്ച് ഞാനാണല്ലോ വിതരണവും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, നിർമ്മിക്കലും. അപ്പോൾ ആ സമയത്ത് മധു മുട്ടം എന്ന് പറയുന്ന ആലപ്പുഴ ഉള്ള അദ്ദേഹം സ്കൂൾ ട്യൂട്ടർ കോളേജിൽ അധ്യാപകനായിരുന്നു തോന്നുന്നു. അദ്ദേഹം പാച്ചിക്കയുടെ അടുത്തൊരു കഥ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കഥ പറഞ്ഞു വരും. സാറിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരെ കഥ പറഞ്ഞു. ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ചാത്തനേർ എന്ന് പറയുന്ന ഒരു അതിലൊക്കെ വീട്, ഈ ചാത്തനേർ എന്ന് പറഞ്ഞ കല്ലിങ്ങനെ വന്ന് വീഴുക, അങ്ങനെ ചെറിയൊരു ത്രെഡാണ് അദ്ദേഹം ഒന്ന് പറയും. അപ്പോൾ അത് പാച്ചിക്ക് പറഞ്ഞിങ്ങനെ മധു ഒന്ന് അത് പിടിച്ചു നോക്ക്, അപ്പോഴും അത് സിനിമയാക്കാമെന്നോ ഒന്നും ഇതൊന്നും വലിയ സിനിമ വരുന്നൊന്നും ആർക്കുമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പുള്ളി അടുത്തതിലൊക്കെ എല്ലാ ലൊക്കേഷനിലും പുള്ളി വരും. അല്ലെ പാച്ചിക്ക് വണ്ടി കൊടുത്ത് വിട്ടിട്ട് പുള്ളി വിളിച്ചിരിക്കുക, എന്തെങ്കിലും സമയം പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു 3 വർഷം കൊണ്ടുണ്ടാക്കിയ കഥയാണ്. 3 വർഷം പുള്ളിയെ ബ്രദേഴ്സ് ഹോട്ടലിൽ സ്ഥിരമായിട്ട് നമ്മൾ റൂം എടുത്തെടുത്ത് താമസിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഷൂട്ടിങ്ങിനോട്ട് വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ പുള്ളിയുടെ മുറിയിൽ നിന്ന് കയറും, അതിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് പറയും. അപ്പോൾ പുള്ളി എന്തെങ്കിലും കടലാസിൽ എഴുതി വെച്ചിരിക്കും, മാഷേ എന്നൊക്കെ പറഞ്ഞ് സാറിന് പുള്ളി മാഷേന്ന് വിളിക്കാം, മാഷേ എന്നൊക്കെ പറഞ്ഞ് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കും. ഞാനും കൂട്ടത്തിൽ നിന്ന് കേൾക്കും. ചില ദിവസമൊക്കെ എന്തെങ്കിലും നല്ല വരികൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് സാർ ഒരു കറക്ഷൻ പറയും. ചിലപ്പം ചില ദിവസമൊക്കെ നല്ല എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ തമാശകളും കാര്യങ്ങളും കറക്റ്റ് അങ്ങനെ ഒരു 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയൊരു കഥയാണതിൽ. അപ്പോൾ ആ ഓരോരോ പിന്നെ കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് നമ്മളെ മനസ്സിൽ ഇന്നയാളത് ഇപ്പോൾ ഇന്നസേട്ടൻ ചെയ്താൽ കൊള്ളാം, മറ്റേ കാര്യത്തിലും ചേട്ടൻ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ രീതിയിൽ അങ്ങനെ വന്ന് ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെയാണ് അത് മോഹൻലാലിന് പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ മോഹൻലാലിന് ഇതിലേക്ക് ഡോക്ടർ സണ്ണി എന്നുള്ള കഥാപാത്രം വരികയും ഇതൊക്കെ ചെയ്തു. അതിലൊരു 2-3 കൊല്ലത്തെ ഒരു സാവകാശത്തിൽ കൂടി വന്ന കഥയാണ് കാണുന്നത്. പെട്ടെന്നൊന്നും ആർക്കും അങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് കാരണമാണ് അത്രയൊരു മച്യൂരിറ്റിയും ഒരു എവർലാസ്റ്റിംഗ് സിനിമയായിട്ട് ഇപ്പോൾ 25 വർഷം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞിട്ട് ആ സിനിമ മനസ്സിൽ ഓർക്കണമെന്ന് വെച്ചാൽ അതാണ്. അത്രയും സമയമെടുത്തിട്ട് ഈ തട്ടിക്കൂട്ടി സിനിമയല്ലാതെ സമയമെടുത്ത് ചെയ്തതിൻ്റെ ഒരു കാര്യം ഇതാണ്. പിന്നെ അതിലെല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റും കറക്റ്റ് കാസ്റ്റിംഗാണ്. പിന്നെ പ്രമേയത്തിലുള്ള ഇതല്ലേ, അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഇന്ന് എവർലാസ്റ്റിംഗായിട്ട് നിൽക്കാനുണ്ടായ കാരണം. 366 ദിവസം തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ റെഗുലർ ഷോയാണ്. പിന്നെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും സംസ്ഥാന അവാർഡും, ശോഭനയ്ക്ക് ദേശീയ പുരസ്കാരം, എനിക്ക് മോസ്റ്റ് പോപ്പുലർ സിനിമ ഇന്ത്യ എനിക്ക് പുരസ്കാരം, ഫാസിൽ സാറിന് പുരസ്കാരമൊക്കെ കിട്ടുക, അതൊരു വലിയ അംഗീകാരമുള്ളൊരു സിനിമയാണ്. അത് സാധാരണ ഇങ്ങനെ അവാർഡ് സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. നമ്മളിപ്പോൾ ജനങ്ങൾ കാണാത്ത സിനിമകൾക്ക് അവാർഡ് അത് അങ്ങനെയല്ല. ഇത് 366 ദിവസം ജനങ്ങൾ കാണുകയും ഇപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുകയും പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് അതിലൊരു വലിയൊരു മെസ്സേജ് കിടപ്പുണ്ടല്ലോ. ഒരു മെസ്സേജ് എന്നുള്ള ഒരു സാധനവും ഇതുണ്ടല്ലോ. മണിച്ചിത്രത്തെ താഴ് എന്ന് പറയുന്ന സാധനം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഒരു വാതിലിൻ്റെ പൂട്ടാണ് എന്നാണ് വിചാരിക്കുക. അതല്ലല്ലോ, ഒരു മനസ്സിൻ്റെ പൂട്ടാണല്ലോ, ഒരു മനസ്സാണല്ലോ. മോഹൻലാൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടും എന്ന് പറയണത് ഓഡിയൻ സാധാരണ ഓടിയും ഒരു പൂട്ടില്ല, മനസ്സിൻ്റെ ആ ഒരു ഇത് ലോക്ക് ചെയ്ത് കറക്റ്റാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഓടിന് മനസ്സിലാകുന്ന രീതിയിൽ കൂടി കറക്റ്റാക്കി ഇത് ചെയ്യുകയും, ശോഭന എന്ന് പറയുന്ന ഒരു അപാര ആർട്ടിസ്റ്റ്, അതേപോലെ മോഹൻലാലെന്ന് പറയുന്ന ഒരു അപാര നടനാണ്. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മോഹൻലാലിൻ്റെ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. ആ സിനിമ കണ്ടവർക്ക് അറിയാം. ഇങ്ങനെ അദ്ദേഹം കഥ പറയുന്ന അതിൽ മാത്രമാണ്. അത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോ ക്ലാസ് സംഭവം അല്ല പറയണത്. ഒരു മനോരോഗ വിദഗ്ധൻ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ഓഡിയനെ പറഞ്ഞ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓഡിയന് ഒരു തെല്ലും സംശയമില്ലാതെ മനസ്സിലായിട്ടില്ലെങ്കിൽ സിനിമ നിൽക്കില്ല. അത് വർക്കൗട്ടായില്ലെങ്കിൽ സിനിമ നിൽക്കില്ല. അത് വർക്കൗട്ടായത് കാരണമാണ് അവസാനത്തെ ക്ലൈമാക്സ് ഏറ്റതും മുമ്പിലേക്കുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ലാണ്ട് നമ്മൾ എത്ര കോമഡി തിരിഞ്ഞിട്ട് ഇന്നസെൻ്റേൻ്റെ കോമഡിയോ ലളിത ചേച്ചിയുടെ കോമഡിയോ പപ്പേട്ടൻ്റെ കോമഡിയോ എന്ത് തിന്നിട്ടും ആ മോഹൻലാലിൻ്റെ ആ 10 മിനിറ്റ് നേരത്തോളമുള്ള ആ മോണോ ഡയലോഗുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓഡിയന് പിടുത്തം കിട്ടിയൊരു ഓഡിയൻ അവിടെ ഇരുന്നു പോയി. ഇതാണ് വിഷയം എന്നുള്ളതും പിന്നെ അതിന് ചേർന്നുള്ള അതൊരു ഡയറക്ടറുടെ നല്ലൊരു സ്ക്രിപ്റ്റ്, ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവർ അപാര ഡയറക്ടർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു ആർട്ടിസ്റ്റ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു മാജിക് തന്ത്രമാണ് ഓഡിയനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത്. ഓഡിയന് അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്നൊരു കഴിവ്. അതൊക്കെ അത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ആ ജോയി തിയേറ്ററിൽ ഡബ്ബിങ്ങിന് വരുമ്പോൾ അത് കണ്ടിട്ട് എത്ര പ്രാവശ്യം ഡബ്ബ് ചെയ്ത് കേട്ടിട്ടും പുള്ളിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അതിലൂടെ പുള്ളിയുടെ
അഭിനയിക്കുന്ന സമയത്ത് ഇൻവോൾവ്മെൻറ്റ് നമുക്കറിയാം. അത് ഡബ്ബിംഗ് തിയേറ്ററിലെ പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഞാൻ നേരിട്ട് കണ്ടതാണ്. കണ്ടിട്ട് പുള്ളിക്ക് തൃപ്തി വരുന്നില്ല അതുകൊണ്ട്. അത്രയൊരു പുള്ളിയുടെ ആ ശബ്ദത്തിൻ്റെ വേരിയേഷനൊക്കെ വണ്ടർഫുൾ ആക്ടർ. ആ വേരിയേഷനൊക്കെ